ചരിത്രം എപ്പോഴും വിജയികളെ കുറിച്ചാണ് സംസാരിക്കാറുള്ളത്. എന്നാൽ ചില വിജയങ്ങളുണ്ട്. തോൽവി ഉറപ്പായ സാഹചര്യത്തിലും മരണം മുന്നിൽ കണ്ടിട്ടും പിന്തിരിഞ്ഞോടാത്ത ഒരു കൂട്ടം മനുഷ്യർ ചോര കൊണ്ട് എഴുതി ചേർത്ത വിജയങ്ങൾ. നവംബർ 18 ലഡാക്കിലെ റസാംഗ്ല എന്ന മഞ്ഞുമൂടിയ മലനിരകളിൽ നടന്നത് വെറും ഒരു യുദ്ധമായിരുന്നില്ല. അത് മനുഷ്യന്റെ അചഞ്ചലമായ മനോബലത്തിന്റെ പരീക്ഷണമായിരുന്നു. 120 ഇന്ത്യൻ സൈനികർ. അവർക്ക് മുന്നിൽ ആധുനിക ആയുധങ്ങളുമായി എത്തിയത് ആയിരക്കണക്കിന് ശത്രു സൈനികർ. ഇന്ന് നമുക്ക് പുനർവായിക്കാം ഭാരതീയ സൈനിക ചരിത്രത്തിലെ ഏറ്റവും ധീരമായ ആ പോരാട്ടത്തെക്കുറിച്ച്. സമുദ്രനിരപ്പിൽ നിന്ന് 18,000 അടി ഉയരം, ശ്വസിക്കാൻ പോലും ഓക്സിജൻ തികയാത്ത സാഹചര്യം, -30 ഡിഗ്രി തണുപ്പിൽ ചോര കട്ടപിടിക്കുന്ന അവസ്ഥ. അവിടെയാണ് മേജർ ഷെയ്ത്താൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 13ാം കുമയൂൺ റെജിമെന്റിലെ സി കമ്പനി നിലയുറപ്പിച്ചിരുന്നത്. ചൈനീസ് സൈന്യം ലഡാക്കിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുന്ന സമയം. റസാംഗ്ല എന്ന ഈ മലയിടുക്ക് അവർക്ക് കീഴടക്കാനായാൽ ലഡാക്ക് മുഴുവൻ അവരുടെ കൈപ്പിടിയിലാകും. സഹായത്തിന് കൂടുതൽ സൈന്യത്തെയോ ആയുധങ്ങളെയോ എത്തിക്കാൻ സാധിക്കാത്ത അത്രയും ദുർഘടമായ പാതയായിരുന്നു അത്. ആ 120 പേർക്ക് മുകളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം ലളിതമായിരുന്നു: ശത്രുവിനെ തടയുക. എത്ര പേർ വരുന്നു എന്നോ എത്ര നേരം പിടിച്ചു നിൽക്കണമെന്നോ അവർക്കറിയില്ലായിരുന്നു. പക്ഷേ ഒന്നുറപ്പായിരുന്നു, അവർ മടങ്ങില്ല. നവംബർ 18 പുലർച്ചെ 3:30 മഞ്ഞുകാറ്റിനിടയിലൂടെ നിഴലുകൾ മലകയറി വരുന്നത് ഇന്ത്യൻ സൈനികർ കണ്ടു. ഒന്നല്ല രണ്ടല്ല, ആയിരക്കണക്കിന് ചൈനീസ് സൈനികർ ആധുനിക മെഷീൻ ഗണ്ണുകളും പീരങ്കികളുമായി മലമുകളിലേക്ക് ഇരച്ചു കയറി. ചൈനീസ് സൈന്യം കരുതിയത് വെറും 10 മിനിറ്റ് കൊണ്ട് ഈ മലമുകളിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ തുടച്ചു നീക്കാമെന്നാണ്. പക്ഷേ അവർക്ക് തെറ്റിപ്പോയി. ഇന്ത്യൻ സൈനികരുടെ പക്കൽ പീരങ്കികളില്ലായിരുന്നു, അത്യാധുനിക തോക്കുകളില്ലായിരുന്നു. പക്ഷേ അവരുടെ ഉള്ളിൽ കത്തുന്ന ഒരു തീയുണ്ടായിരുന്നു. മേജർ ഷെയ്ത്താൻ സിംഗ് ഓരോ പോസ്റ്റിലൂടെയും ഓടി നടന്നു. പരിക്കേറ്റ തന്റെ സൈനികരോട് അദ്ദേഹം പറഞ്ഞു, ഒരു തരി മണ്ണ് പോലും ശത്രുവിന് വിട്ടുകൊടുക്കരുത്. ആദ്യത്തെ തിരമാല പോലെ വന്ന ശത്രു സൈന്യത്തെ നമ്മുടെ വീരന്മാർ തടഞ്ഞു നിർത്തി. ശത്രുക്കളുടെ മൃതദേഹങ്ങൾ കൊണ്ട് മലനിരകൾ നിറഞ്ഞു. ഓരോ ഇന്ത്യൻ സൈനികരും 5ഉം 10ഉം ശത്രുക്കളെയാണ് വീഴ്ത്തിയത്. സമയം കടന്നുപോയി. ഇന്ത്യൻ സൈനികരുടെ പക്കൽ വെടിയുണ്ടകൾ തീർന്നു തുടങ്ങി. പലരും മാരകമായി പരിക്കേറ്റ് വീണു. മേജർ ഷെയ്ത്താൻ സിംഗിന്റെ കൈകൾക്കും കാലുകൾക്കും വെടിയേറ്റു. തന്റെ സൈനികർ അദ്ദേഹത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം വിസമ്മതിച്ചു. എന്നെ ഇവിടെ വിടുക, പോരാട്ടം തുടരുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കൽപ്പന. വെടിയുണ്ടകൾ തീർന്നപ്പോൾ അവർ തോക്കിന്റെ മുനയിലുള്ള കത്തികൾ കൊണ്ട് പോരാടി. അത് കഴിഞ്ഞപ്പോൾ നഗ്നകരങ്ങൾ കൊണ്ട് ശത്രുവിനെ നേരിട്ടു. ഒരു ഇന്ത്യൻ സൈനികൻ തന്റെ പോസ്റ്റിൽ മരിച്ചു കിടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കൈകൾ തോക്കിന്റെ ട്രിഗറിൽ അമർന്നിരിക്കുകയായിരുന്നു. റസാംഗ്ല സാക്ഷ്യം വഹിച്ചത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആത്മസമർപ്പണത്തിനായിരുന്നു. ആ 120 പേരിൽ 114 പേരും അന്ന് വീരമൃത്യു വരിച്ചു. പക്ഷേ അവർ ആ യുദ്ധം ജയിച്ചു. കാരണം 1300ഓളം ശത്രു സൈനികരെയാണ് ആ മലമുകളിൽ അവർ നിശബ്ദരാക്കിയത്. ശത്രു സൈന്യം ഭയന്നുപോയി. അവർക്ക് ആ മലയിടുക്ക് കടന്ന് മുന്നോട്ട് പോകാൻ ധൈര്യമുണ്ടായില്ല. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ റസാംഗ്ലകൾ ഉണ്ടാകാറില്ലേ? ചുറ്റും പ്രതിസന്ധികൾ മാത്രം, തോൽവി ഉറപ്പായ നിമിഷങ്ങൾ. അന്ന് ആ സൈനികർ ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്ക് പിന്മാറാമായിരുന്നു. പക്ഷേ അവർ തിരഞ്ഞെടുത്തത് പോരാട്ടമാണ്. മുന്നിൽ നിൽക്കുന്ന ശത്രുവിനേക്കാൾ വലുതാണ് നിന്റെ ഉള്ളിലെ ധീരത എന്ന് നീ തിരിച്ചറിയുന്ന നിമിഷം നീ വിജയിച്ചു കഴിഞ്ഞു.
ഈ ലോകം നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങൾ എത്ര തവണ ജയിച്ചു എന്നതിലല്ല, മറിച്ച് വീഴുമെന്ന് ഉറപ്പുള്ളപ്പോഴും നിങ്ങൾ എത്രത്തോളം ധീരതയോടെ നിവർന്നു നിന്നു എന്നതിലാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി നിങ്ങൾ എത്രത്തോളം ത്യാഗം ചെയ്യാൻ തയ്യാറാണ് എന്നതിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. ഇന്ന് രസാംഗ്ല ഒരു യുദ്ധഭൂമി മാത്രമല്ല, അത് ഓരോ ഭാരതീയന്റെയും അഭിമാനമാണ്. ചരിത്രം മറന്നുപോയ ഈ വീരഗാഥകൾ നമുക്ക് കരുത്താകട്ടെ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ പോരാളികളാണ്. തോറ്റു കൊടുക്കരുത്, കാരണം വിജയം നിശ്ചയദാർഢ്യമുള്ളവർക്ക് മാത്രമുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുക. ഇതുപോലെയുള്ള ചരിത്രപരമായ കഥകൾക്കായി റീറൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.